നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് കൊള്ളാം. ഇത്രയും ക്രൂരമായ പ്രതികാരം ഞാൻ ഈ അടുത്തൊന്നും കേട്ടിട്ടില്ല. അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോ തന്നെ എന്റെ തല ചൂടായി. ആണോ? എന്നാ ഞാൻ തണുപ്പിക്കാൻ ഒരു ഐസ്ക്രീം പറയട്ടെ. ഒന്ന് വേഗം ആകട്ടെ പ്രസാദേ, മാഡൊപ്പം ഇങ്ങ് എത്തും. സാറ് വലിയ ആവേശത്തിലാണല്ലോ. അത് പിന്നെ ആവേശം കാണാതിരിക്കോ പ്രസാദേ? നമ്മുടെ കൂടെ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു CPO IPS ഓഫീസറായിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരാൻ പോവുകയാണ്. അതും ആ കുട്ടി നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ മകളാകുമ്പോ പിന്നെ പറയാനുണ്ടോ? നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമല്ലേ അത്? കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇത്രയും കാലം സാറിനെ സാറേന്ന് വിളിക്കാറുള്ള ഒരുത്തിയെ സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഭയങ്കര ഭീകരമല്ലേ? അതിനിപ്പോ എന്താ? എന്റെ സർവീസില് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്തവരെയും ഒട്ടും ബഹുമാനമില്ലാത്തവരെയും എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മഞ്ജുവിനെ പോലെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു ഓഫീസറെ സല്യൂട്ട് ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ആത്മാഭിമാനം കുറവുള്ളവർക്ക് അങ്ങനെ കണ്ടവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നതില് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല. പക്ഷേ എന്നെ പോലുള്ളവർക്ക് അതില് ചില ബുദ്ധിമുട്ടുകളുണ്ട്. തന്നെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അസൂയുള്ളവർ എന്നാണോ? അസൂയോ? എനിക്കോ? ഞാനെന്തിനാ അവളോട് അസൂയ കാണിക്കുന്നത്? തനിക്ക് അസൂയുള്ളതുകൊണ്ടല്ലേ തന്റെ കീഴുദ്യോഗസ്ഥ ഇപ്പൊ മേലുദ്യോഗസ്ഥ ആയപ്പോ തനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണല്ലോ താൻ കാണിക്കുന്നത്. അവൾ എത്ര വലിയ IPS ആയാലും എനിക്ക് അവള് ചായ കൊണ്ടുവരാറുള്ള ആ പഴയ പേടിത്തൊണ്ടി കോൺസ്റ്റബിൾ തന്നെയാ. കോൺസ്റ്റബിൾ IPS. അനിത,